അത്രയും മനോഹരമായി ഹബീബിനെ കാണാൻ കഴിഞ്ഞാൽ അത് നിബിതങ്ങൾ തന്നെയാണ്. അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. എങ്ങനെയാണ് ഇനി കാണേണ്ടത്? എന്താണ് നാം ചെയ്യേണ്ടത്? മുമ്പൊരു തമാശ പറയാറുണ്ട്. ഒരു പണ്ഡിതൻ ചെയ്ത ഒരു പണി ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേട്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടോളൂ. അതിങ്ങനെയാണ്. ഒരു ശിഷ്യൻ തന്റെ ഗുരുനാഥനോട് ചോദിക്കുന്നു, ഉസ്താദേ, നിങ്ങൾ ഒരുപാട് നിബിതങ്ങളെ സ്വപ്നം കാണുന്ന ആളല്ലേ? അതേ മോനെ, എനിക്കും ഉസ്താദേ നിബിതങ്ങളെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് വഴി? അത് ഞാൻ പഠിപ്പിച്ചു തരാം. നീ എന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വാ. ഒരു ദിവസം എന്റെ വീട്ടിൽ കിടക്കണം. ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഹബീബിനെ എങ്ങനെയാണ് സ്വപ്നം കാണുക. ഭക്ഷണം കഴിക്കരുത്, എന്റെ വീട്ടിൽ നിന്നേ കഴിക്കാവൂ. ശിഷ്യൻ ചെല്ലുന്നു. ഉസ്താദ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടി പറഞ്ഞു. മോൻ വായിലേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല ഉപ്പുള്ള ഭക്ഷണമാണ്. ഉസ്താദിന്റെ വീടല്ലേ, ഉപ്പാണ്, മോശാണെന്ന് പറയാൻ വയ്യല്ലോ. കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ചു. വെള്ളമില്ല, വെള്ളം തരില്ല. മോന് ഭക്ഷണം ഇനി വേണോ? വേണ്ട ഉസ്താദേ, കുറച്ചുകൂടെ കഴിച്ചോളൂ. കുറച്ചുകൂടെ ഭക്ഷണം കൊടുത്തു. ഉപ്പാണ്, നല്ല ദാഹമുണ്ട്. വെള്ളം കൊടുത്തില്ല. ഭക്ഷണം വീണ്ടും കൊടുത്തു. നല്ല ഉപ്പുള്ള ഭക്ഷണം കഴിച്ച് പറഞ്ഞു, മോനിന്ന് കിടന്നുറങ്ങിക്കോ, നാളെ ഞാൻ പറഞ്ഞു തരാം. കുട്ടി കിടക്കാൻ പോയി. ദാഹിച്ച് തൊണ്ട വരണ്ടിട്ടുണ്ട്. ഉപ്പ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ കിടക്കുന്നത്, വെള്ളം കുടിച്ചിട്ടില്ല. സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു ഉസ്താദ്. കണ്ടു. എന്ത് കണ്ടു മോനെ? ഞാൻ തിമിർത്ത് പെയ്യുന്ന മഴ കണ്ടു, സമൃദ്ധമായി ഒഴുകുന്ന പുഴ കണ്ടു, കടല് കണ്ടു. എന്റെ കണ്ണിൽ ഞാൻ കടല് കണ്ടു, അരുവികൾ ഞാൻ കണ്ടു, നിറഞ്ഞു നിൽക്കുന്ന മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കണ്ടു. അത് പറഞ്ഞു, അല്ലേ, നല്ല ദാഹമുണ്ടായിരുന്നല്ലേ? ദാഹിച്ച മനുഷ്യൻ വെള്ളമാണ് കാണുന്നത്. ഈ കുട്ടിക്ക് ദാഹമായിരുന്നു, ദാഹിച്ചിട്ടായി കിടക്കുന്നത്. പിന്നെ കണ്ടതെല്ലാം വെള്ളം, തിമിർത്ത് പെയ്യുന്ന മഴയും കടലും കായലുമെല്ലാം. ഉസ്താദ് പറഞ്ഞു, മോനെ, മോനെ, നിന്റെ നീയത്ത് സത്യസന്ധമായപ്പോൾ നിന്റെ സ്വപ്നം സത്യസന്ധമാണ്. കാരണം നിന്റെ ആഗ്രഹം വെള്ളം കുടിക്കാനായിരുന്നു, അതുകൊണ്ട് കണ്ടത് പിന്നെ വെള്ളമാണ്. എന്നാൽ ഇതാ സ്വദഖത്തിൽ മഹബ്ബ, മുത്തുനബിയോടുള്ള സ്നേഹം നിന്റെ മനസ്സിലങ്ങ് രൂഢമൂലമായാൽ, ആ ദാഹം നിന്റെ കൽബിലേക്ക് അങ്ങ് കയറിയാൽ നീ നബിയെ കണ്ടിരിക്കും. ഉപ്പിന് നീ ദാഹിച്ച, വെള്ളത്തിന് നീ ദാഹിച്ച പോലെ എന്റെ റസൂലിനെ കാണാനുള്ള കൊതി നിന്റെ കൽബിലുണ്ടെങ്കിൽ നീ കണ്ടിരിക്കും. ഉപ്പ് തിന്നിട്ട് ദാഹിച്ചവൻ വെള്ളം കണ്ട പോലെ ഹബീബിനോട് സ്നേഹമുള്ളവർ ആ ഹബീബിനെ കണ്ടിരിക്കും. ഈ പാഠമാണ് ഗുരുനാഥൻ നൽകുന്നത്. എന്നാൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ വഴി കൂടെ പറഞ്ഞ് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കൈപൊക്കിയാട്ടെ. അല്ലാഹുമ്മ അരിനാ റുയത, അവിടുത്തെ ഒരുപാട് തവണ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഒരു സ്വലാത്തതിന്റെ അവസാനം ഞാൻ പറഞ്ഞിരുന്നുണ്ട്, മൊബൈൽ ഫോണൊക്കെ ഒന്ന് ഓണാക്കി വെക്കുക, അല്ലെങ്കിൽ പേപ്പറും പെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അന്നമിൻ അസ്ബാബി റുയ സ്വാലിഹ, നല്ല സ്വപ്നങ്ങൾ, ഹബീബിനെ കാണേണ്ട സ്വപ്നം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എപ്പോഴും ചെയ്യേണ്ട പോലെ തന്നെ ധാരാളം ദിക്ർ ചൊല്ലണം. കിടന്നുറങ്ങാൻ ചൊല്ലുമ്പോ പരിപൂർണമായ വുദു എടുത്ത് കിടക്കാൻ ചൊല്ലുക. കിടക്കാൻ ചെല്ലേണ്ടത് നല്ല വുദു എടുത്തിട്ടാണ്. മുസ്തഖ്ബിലൻ അൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കിടക്കണം. യുഅല്ലിഖു ഖൽബഹു ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. വഅൻ യുക്സിറ മിനസ് സ്വലാഹ്, ഹബീബിനോടുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. രാവിലെയും വൈകുന്നേരവും പകലിലും രാത്രിയിലുമെല്ലാം. എന്നാൽ എല്ലാ സ്വലാത്തുകളും സ്വലാത്ത് തന്നെ. നബിതങ്ങൾ തങ്ങളെ കാണണം എന്ന് ആഗ്രഹമുള്ളവർ പ്രത്യേകമായ ഒരു സ്വലാത്ത്, മഹാനായ ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ല അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചൊരു ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് മുജറബുൻ അനുഭവ സാക്ഷ്യമാണ്. ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഹബീബിനെ കാണാൻ കഴിയുമത്രേ. ആ സ്വലാത്താണ് പറയാൻ പോകുന്നത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ സറ, ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, അൻ യഖ്താല
بالمكيال الأوفى إذا صلى علينا أهل البيت ഞങ്ങൾ നബി കുടുംബത്തിന് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പരിപൂർണമായ അളവ് ആർക്കെങ്കിലും ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഖുൽ അവർ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്. ഇനിയാണ് ആ സ്വലാത്ത്, ചെറിയ സ്വലാത്ത്. മനസ്സിലാക്കി വെക്കുക, വേണ്ടവർക്ക് അത് റെക്കോർഡ് ചെയ്തോളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അന്നബിയ്യി വഅസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീന വദുർരിയ്യതിഹി വഅഹ്ലി ബൈതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഒന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അന്നബിയ്യി وأزواجه أمهات المؤمنين وذريته وأهل بيته كما صليت على آل إبراهيم إنك حميد مجيد. ഇത് ഇമാം അബൂ ദാവൂദ് എന്നവർ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണിത്. ആ ഹദീസിൽ പറഞ്ഞ ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഹബീബിനെ കാണാനുള്ള ഭാഗ്യമുണ്ടാവും. ത്വഹാറത്തോടുകൂടെ, ശുദ്ധിയോടുകൂടെ ഖിബിലയിലേക്ക് മുന്നിട്ട് ഹബീബിനോടുള്ള സ്നേഹം മനസ്സിലും ശരീരത്തിലും കൊണ്ടുവന്ന് നബിയെ കാണണമെന്ന് ഉപ്പു ഭക്ഷണം തിന്ന് വെള്ളം കുടിക്കാൻ കൊതിയൂറി കിടന്ന ആ മോനെ പോലെ ഹബീബിനെ കണ്ടെങ്കിൽ എന്ന് കൊതിയൂറി കിടക്കുക. കാരണം ഹബീബിനെ സ്വപ്നം കാണൽ എളുപ്പമല്ല. അധികം ആളുകൾക്കും അത് അല്ലാഹു നൽകാറില്ല. ആരെങ്കിലും നബിയെ കണ്ടാൽ യദുല്ലു അലാ സുദ്ഖിൽ വഫാ, അവരുടെ ഈമാൻ ശുദ്ധമാണ് എന്ന് അതിനടയാളമുണ്ടത്രേ. അതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ട ആളുകളോട് മാത്രമേ അത് പറയാവൂ. ഞാൻ നബിയെ കണ്ടു എന്ന വിവരം പരസ്യമായി ആരും വിളിച്ചു പറയരുത്. അതിന്റെ അദബ് അങ്ങനെയാണ്. ഇഷ്ടമുള്ള വളരെ വേണ്ടപ്പെട്ടവരോട് മാത്രം. അല്ലാഹു തആല ഹബീബിനെ സ്വപ്നത്തിൽ കാണുന്ന ആളുകൾക്ക് നേർക്ക് നേരെ കാണാനുള്ള ഭാഗ്യം തരുമത്രേ. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ ലോകത്തേക്ക് പ്രകാശമായി വന്ന നബിയെ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, പ്രകാശമിതാ വന്നിരിക്കുന്നു, നൂറിതാ വന്നിരിക്കുന്നു, ഒരുപാട് പ്രത്യേകതകൾ ഒരു നബി ഇതാ വന്നിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസമാണ്. ആ ഹബീബിനെ സ്വീകരിച്ചേക്കണമേ. ഇതാ ഹബീബിനെ കാണാനുള്ള വഴി അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാ പറഞ്ഞു തന്നു. അല്ലാഹുവേ, ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം താ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.